Hi students, എല്ലാത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് വർക്ക്, എനർജി ആൻഡ് പവർ. ഈ ചാപ്റ്ററിലും നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റികൾ പഠിക്കാനുണ്ട്. ഒന്ന് വർക്ക്, പ്രവൃത്തി, രണ്ട് എനർജി, ഊർജം, മൂന്ന് പവർ. ഓക്കെ, ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്കിനെ കുറിച്ചാണ്. എന്താണ് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി? നമ്മുടെ ഡെയിലി ലൈഫിൽ വർക്കിന് ഒരു മീനിങ് ഉണ്ട്, പക്ഷെ അതേ മീനിങ് അല്ല ഫിസിക്സിൽ. ഓക്കെ, ഡെയിലി ലൈഫിൽ നമുക്കറിയാം നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നു, അതൊരു വർക്കാണ്. ഒരു ട്രാഫിക് പോലീസുകാരൻ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നു, അതൊരു വർക്കാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, അതെന്താണ്? ഒരു വർക്കാണ്. ഇതൊക്കെ ഡെയിലി ലൈഫിൽ വർക്ക് എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഫിസിക്സിൽ ഇതൊന്നും വർക്കല്ല. മനസ്സിലായോ? കാരണം ഫിസിക്സിൽ വർക്കിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഓക്കെ, അപ്പൊ ഫിസിക്സിൽ എന്താണ് വർക്ക് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ബോഡി തന്നിട്ടുണ്ട്. ആ ബോഡിയുടെ മുകളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് എഫ് ആണ്. ഓക്കെ, അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ വസ്തു എന്ത് ചെയ്തു? ഒരു നിശ്ചിത ഡയറക്ഷനിൽ എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ഓക്കെ, അത് മൂവ് ചെയ്ത് ഈ ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിന് എന്തുണ്ടായി? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എസ് ആണ്. ഓക്കെ, അതായത് ഞാൻ വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് കാരണം അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഇവിടെ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. മനസ്സിലായോ? അതായത് വർക്ക് ചെയ്തു എന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അതിന് മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അല്ലെ? ആ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാണ് ഉണ്ടായത്? ഫോഴ്സിന്റെ ഡയറക്ഷനാണോ? അല്ല. ഫോഴ്സിന്റെ ഡയറക്ഷനാണോ? അല്ല. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ മതി. ആ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന്റെ ഡയറക്ഷനിലാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരിക്കലും ആ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അതായത് ഒരു വസ്തുവിന്റെ മുകളിൽ വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വസ്തുവിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, വസ്തുവിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. ആ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഏത് ദിശയുമാകാം, പക്ഷേ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്തു എന്ന് പറയാം? വർക്ക് ചെയ്തു എന്ന് പറയാം. സോ ദ ഡെഫിനിഷൻ ഫോർ വർക്ക് ഈസ് ദിസ് വൺ. Work is said to be done if the force applied on a body displaces it in any direction other than perpendicular to the direction of force. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, എന്താണ് കോൺസ്റ്റന്റ് ഫോഴ്സ്? കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എല്ലായ്പ്പോഴും സെയിം ആണെങ്കിൽ അതെന്താണ്? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എഫ് ആണ്. ആ എഫ് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കൂ. ആ ഫോഴ്സ് കാരണം വസ്തുവിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണോ? അല്ല. അതിനിടയിൽ എന്തുണ്ട്? ഒരു ആംഗിൾ ഉണ്ട്. ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. സോ വാട്ട് ഈസ് തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? സോ വി ഹാവ് എ ജനറൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് വർക്ക് ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് ദിസ് വൺ. വർക്ക് ഈസ് ഈക്വൽ ടു component of force in the direction of displacement into magnitude of displacement. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റിനെ ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് അറിയണം? ഫോഴ്സിന്റെ കമ്പോണന്റ് അറിയണം. എങ്ങോട്ടേക്കുള്ള ഫോഴ്സ്? എങ്ങോട്ടേക്കുള്ള കമ്പോണന്റ്? ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനിലുള്ള കമ്പോണന്റ്. അതറിയാമോ? ഇല്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വി ക്യാൻ റിസോൾവ് ദിസ് വെക്ടർ ഇൻടു ടു റെക്ടാങ്കുലർ കമ്പോണന്റ്സ്. അല്ലെ, രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്തു. ആ കമ്പോണന്റ് ഏതാണ്? നമുക്കറിയാം അത് തീറ്റക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തീറ്റക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ഏതായിരിക്കും? കോസ് കമ്പോണന്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് എഫ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ഏതായിരിക്കും? എഫ് സൈൻ തീറ്റ. ശരിയല്ലേ? ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സിന്റെ കമ്പോണന്റ് കിട്ടിയില്ലേ? എങ്ങോട്ടേക്കുള്ള കമ്പോണന്റ്? ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനുള്ള കമ്പോണന്റ്. ശരിയല്ലേ? Therefore W is equal to ഏതാണ് കമ്പോണന്റ്? എഫ് കോസ് തീറ്റ. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? എസ്. സോ എഫ് കോസ് തീറ്റ ഇൻടു എസ് എന്ന് കിട്ടി.
or we can rewrite as W is equal to F into S into cos theta. So what is the equation for work done? F S cos theta. Okay, ഇനി ഇവിടെ ഫോഴ്സ് വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, തീറ്റ ആ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. Then we already studied this one. A dot B is equal to AB cos theta. അങ്ങനെയാണെങ്കിൽ F S cos theta എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെക്ടർ F dot വെക്ടർ S ആയിരിക്കണം. സോ വർക്ക് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ കിട്ടി. എന്തൊക്കെയാണ്? W is equal to F into S into cos theta. മറ്റൊരു ഇക്വേഷൻ എന്താണ്? W is equal to F vector dot S vector. So work done is product of force vector and displacement vector. Okay, force vectorന്റെയും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെയും സ്കേലാർ പ്രോഡക്റ്റ് ആണ് വർക്ക്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആയത്? ഫോഴ്സും വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, പക്ഷേ വർക്ക് സ്കേലാർ ആണ്. എന്തുകൊണ്ട്? കാരണം ഈ രണ്ട് വെക്ടറിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ് ആണ് എന്ത്? വർക്ക്. അതുകൊണ്ട് ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. ഇതിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. എന്താണ്? ജൂൾ. ഓക്കെ, നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ, അതിനെയാണ് ജൂൾ എന്ന് വിളിക്കുന്നത്. സോ 1 ജൂൾ ഈസ് 1 ന്യൂട്ടൺ മീറ്റർ. ഇനി ഇതിന്റെ CGS യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ്. ഓക്കെ, ഫോഴ്സിന്റെ CGS യൂണിറ്റ് എന്താണ്? ഡൈൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് CGS യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. സോ 1 എർഗ് ഈസ് 1 ഡൈൻ സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഈ ജൂളും എർഗും തമ്മിലുള്ള റിലേഷൻ ചോദിക്കും. 1 ജൂൾ എന്ന് പറയുന്നത് 10⁷7 എർഗ് ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സിമിലർലി യു ക്യാൻ റൈറ്റ് 1 എർഗ് ഈസ് ഈക്വൽ 10⁻⁻7 ജൂൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓൾ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ ഫോഴ്സ്. കോൺസ്റ്റന്റ് ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താ ഇക്വേഷൻ? W is equal to F S cos theta or W is equal to F vector dot S vector. അങ്ങനെയാണെങ്കിൽ വേരിയബിൾ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് വേരിയബിൾ ഫോഴ്സ് എന്താണെന്ന് അറിയാം. നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, അല്ലേ? അപ്പോൾ ഫോഴ്സ് ഒരു വേരിയബിൾ ആവണമെങ്കിൽ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് മാറണം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറണം, അല്ലെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യണം? മാറണം. ഓക്കെ, അതുകൊണ്ട് വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വാരീസ് വിത്ത് പൊസിഷൻ. ഓക്കെ, മാറുകയാണെങ്കിൽ അതെന്താണ്? വേരിയബിൾ ഫോഴ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് ചോദിക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ്, സ്പ്രിംഗ് ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ്. ഇങ്ങനെ കുറേ അധികം ഫോഴ്സുകൾ ഉണ്ട്. ഓക്കെ, സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ വാട്ട്? വേരിയബിൾ ഫോഴ്സ്. നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വേരിയബിൾ ഫോഴ്സ് കാരണം ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ഒരു വസ്തുവിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകണം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ വഴിയിലൂടെ എന്ത് ചെയ്യണം? എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കൂ. കൂടാതെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? വേരിയബിൾ ഫോഴ്സ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? വേരിയബിൾ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ? ഞാൻ ചെയ്യുന്നത് ഇതാണ്. എ മുതൽ ബി വരെയുള്ള ഈ പാത്തില്ലേ, ഈ പാത്തിനെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, വളരെ വളരെ ചെറിയ സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് ഞാൻ DS ആയിട്ട് എടുക്കുന്നു. DS ഈസ് ദ ഇൻഫിനിറ്റസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് അത് DS. ഓക്കെ, എ മുതൽ ബി വരെയുള്ള ആ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് ഒരു വേരിയബിൾ ആണ്. പക്ഷേ ആ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഈ DS എന്ന് പറയുന്ന ഈ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിന്റെ കേസിൽ, ഈ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ വേണ്ടി ഉള്ള വർക്ക് കണ്ടുപിടിക്കുക. അതായത് വർക്ക് ഡൺ ഫോർ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അത് നമുക്ക് DW എന്ന് പേര് കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ വർക്ക് കണ്ടുപിടിക്കുക? F ഡോട്ട് S ആണ്, ശരിയല്ലേ? പക്ഷെ ഇവിടെ ഫോഴ്സ് എന്ത് തന്നെ? F തന്നെ. ഓക്കെ, അത് എന്തുകൊണ്ട് F ആയി? കാരണം ഈ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിൽ ഈ ഫോഴ്സ് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ F ഡോട്ട് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? DS. സോ F വെക്ടർ ഡോട്ട് DS വെക്ടർ, അതാണ് DW, ചെറിയ ഡിസ്പ്ലേസ്മെന്റ് വേണ്ടിയുള്ള വർക്ക്. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെ കൊണ്ടുപോകാനുള്ള ടോട്ടൽ വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇങ്ങനെയുള്ള ചെറിയ വർക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. എ മുതൽ ബി വരെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ ദ ടോട്ടൽ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു
DW എവിടെ തൊട്ട് എവിടെ വരെ, എ മുതൽ ബി വരെ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്കൊരു മാത്തമാറ്റിക്കൽ ടൂൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇന്റഗ്രേഷൻ. എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്തിനെ? DWനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറെ DW ആഡ് ചെയ്യുക എന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രൽ DW എന്ന് എഴുതാം. എവിടെ തൊട്ട് എവിടെ വരെ? എ മുതൽ ബി വരെ. DWയുടെ സ്ഥാനത്ത് നമുക്ക് F ഡോട്ട് DS എന്ന് കൊടുക്കാം. സോ W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ A ടു B F ഡോട്ട് DS. ഓക്കെ, എവിടുന്നാ തുടങ്ങുന്നത്? എയിൽ നിന്ന്. എവിടെ അവസാനിക്കുന്നു? ബിയിലേക്ക്. തുടങ്ങുന്ന പോയിന്റ് എവിടെയാണ്? ഇന്റഗ്രേഷന്റെ താഴെയാണ്. ദാറ്റ് ഈസ് കോൾഡ് ലോവർ ലിമിറ്റ് എന്ന് പറയാം. അവസാനിക്കുന്നത് അപ്പർ ലിമിറ്റ്. ഓക്കെ, സോ ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് A ടു B F വെക്ടർ ഡോട്ട് DS വെക്ടർ. ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ കെൻ യു കാൽക്കുലേറ്റ് വർക്ക് ഫ്രം ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്? നമ്മൾ ഓൾറെഡി 2 മെത്തേഡുകൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത് കണ്ടുപിടിക്കാൻ? വർക്ക് കണ്ടുപിടിക്കാൻ. ഏതിൽ നിന്നാണ്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിരിക്കുന്നു. ഏതൊക്കെ തമ്മിൽ കണക്ട് ചെയ്തത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കേസിൽ എങ്ങനെയാണ് വർക്ക് കണ്ടുപിടിക്കുക? അതിനുവേണ്ടി ഞാൻ ഇവിടെ എന്താ ചെയ്യുന്ന അറിയോ? ഇവിടെ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നു, എ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബി. ഓക്കെ, എയിൽ നിന്ന് അതേപോലെ ബിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ലൈനുകൾ വരക്കുന്നു. ഏതിന് പെർപെൻഡിക്കുലർ ആയിട്ട്? ഡിസ്പ്ലേസ്മെന്റ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അത് 2 പോയിന്റ് ടച്ച് ചെയ്യുന്നു. ഒന്ന് S1ഉം ഒന്ന് S2ഉം. ഓക്കെ, അതേപോലെ എയിൽ നിന്നും ബിയിലേക്കും എന്താണ്? വെർട്ടിക്കൽ ആക്സിന് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരക്കുന്നു. അത് എവിടെ ടച്ച് ചെയ്യുന്നു? ഈ പോയിന്റ് ടച്ച് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് വിൽ ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ABCD എന്ന് പറയുന്ന ഈ ഗ്രാഫിന്റെ എന്ത് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കുക. എന്താണ് ഏരിയ എന്ന് പറയുന്നത്? ഇത് റെക്ടാംഗിൾ അല്ലേ? ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? F ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? S2 മൈനസ് S1. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ. സോ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ 3 മെത്തേഡുകൾ പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്, ആൻഡ് തേർഡ് വൺ ഈസ് വർക്ക് ഫ്രം ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദാറ്റ് ഈസ് വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. വർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. വർക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ ഇതാണ്. ഒരു പോർട്ടർ, അയാളുടെ തലയിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റെയർ കേസിലൂടെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് കയറുന്നു. ഓക്കെ, അങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ അയാൾ ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ പറയുന്നു അയാൾ ചെയ്ത വർക്ക് 0 ആണ്. ഞാൻ പറയുന്നു അയാൾ ചെയ്ത വർക്ക് 0 ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? അതിന് കാരണം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഇയാൾ ചെയ്ത വർക്ക് 0 ആണ് റിലേറ്റീവ് ടു ഹിം. അതായത് അയാളെ സംബന്ധിച്ച് അയാൾ ചെയ്ത വർക്ക് എത്രയാണ്? 0 ആണ്. റിലേറ്റീവ് ടു ഹിം. കാരണം ആദ്യം വസ്തു എവിടെയാണുള്ളത്? അയാളുടെ തലയിലാണുള്ളത്. അയാൾ സ്റ്റെയർ കേസിന്റെ മുകളിൽ കയറി. ഓക്കെ, കയറി മുകളിലെത്തി. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ സ്യൂട്ട് കേസ് വിത്ത് റെസ്പെക്ട് ടു ഹിം? അതേ പൊസിഷനിലാണുള്ളത്. സോ വിത്ത് റെസ്പെക്ട് ടു ഹിം ആ സ്യൂട്ട് കേസിന്റെ പൊസിഷൻ മാറിയോ? ഇല്ല. പക്ഷെ അയാൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്യൂട്ട് കേസിന്റെ പൊസിഷൻ മാറിയില്ല. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് വർക്ക് എത്രയാണ്? 0 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഹിം വർക്ക് എത്രയാണ്? 0 ആണ്. അതേസമയം വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഹിം വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്? വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എത്രയാണ് വർക്ക് ഡൺ? അപ്പോൾ നമ്മൾ പറയും ആദ്യം ഇതിന്റെ പൊസിഷൻ ഇവിടെയാണ്. അയാള് സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞു. അപ്പോൾ അയാൾ എത്ര മുകളിലേക്ക് വന്നു? H ഹൈറ്റ് മുകളിലേക്ക് വന്നു. അപ്പൊ സ്യൂട്ട് കേസ് എത്ര മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു? ഡിസ്പ്ലേസ്മെന്റ് H മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്ത വർക്ക് എത്രയാണ്? ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S cos തീറ്റ. അവിടെ F എത്രയാണ്? mg, ആ സ്യൂട്ട് കേസിന്റെ വെയിറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? H. കോസ് തീറ്റ എത്രയാണ്? തീറ്റ എന്ന് പറയുന്നത് അയാൾ എങ്ങോട്ടേക്കാണ് ഇതിനെ തള്ളുന്നത്? മുകളിലേക്ക്. എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്ത്? മുകളിലേക്ക്. സോ തീറ്റ എത്രയാ? 0. സോ mg.
മനസ്സിലായോ? അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറി? വർക്ക് ഡൺ മാറുന്നുണ്ട്. വർക്ക് മാറുന്നുണ്ട്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് ആണ് ടൈപ്സ് ഓഫ് വർക്ക്. 3 ടൈപ്പ് വർക്കുകൾ പഠിക്കാനുണ്ട്. ഒന്ന് സീറോ വർക്ക്, രണ്ടാമത്തത് പോസിറ്റീവ് വർക്ക്, മൂന്നാമത്തത് നെഗറ്റീവ് വർക്ക്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിലായല്ലോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്താണ് സീറോ വർക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2 കേസുകളിൽ സീറോ വർക്ക് കിട്ടും. 2 കേസുകളിൽ നമുക്കറിയാം W ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? സീറോ. നിങ്ങൾ ഒരു വസ്തുവിന് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എത്രയാണ്? സീറോ ആണ്. അപ്പോൾ ഒരു കേസ് എന്താണ്? ഇഫ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ഡൺ എന്താണ്? സീറോ ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഒരാൾ എന്ത് ചെയ്യുന്നു? ചുമരിനെ തള്ളുന്നു. ചുമരിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചുമര് മൂവ് ചെയ്യുന്നുണ്ടോ? വോൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? സീറോ. ദാറ്റ് ഈസ് എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാണ്. ഒരു വെയിറ്റ് ലിഫ്റ്റർ എന്ത് ചെയ്തു? വെയിറ്റ് ഉയർത്തി. ഓക്കെ, ഉയർത്തി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഓക്കെ, ഉയർത്താൻ എന്ത് വേണം? അയാൾ വെയിറ്റ് ഉയർത്തുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് അത് അയാൾ എന്താണ് വെയിറ്റ് ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അയാൾ 5 മിനിറ്റ് നേരം അത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ 5 മിനിറ്റിൽ അയാൾ ചെയ്ത വർക്ക് എത്രയാണ്? സീറോ ആണ്. കാരണം എന്തുകൊണ്ടാ? ആ 5 മിനിറ്റ് സമയം അതിന് എന്തുണ്ടായിട്ടില്ല? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല. സോ വർക്ക് ഡൺ എത്രയാണ്? സീറോ ആണ്. ഇനി സീറോ വർക്ക് ഉണ്ടാവുന്ന മറ്റൊരു കണ്ടീഷൻ ഞാൻ പറയാം. നമുക്കറിയാം W ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയാണ്, അല്ലെ? വർക്ക് സീറോ ആവണമെങ്കിൽ കോസ് തീറ്റ സീറോ ആയാൽ മതി. ശരിയല്ലേ? കോസ് തീറ്റ സീറോ ആണ്, വർക്ക് സീറോ ആണ്. കോസ് തീറ്റ സീറോ എന്ന് പറയുമ്പോൾ തീറ്റ എത്രയാ? 90 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അല്ലെങ്കിൽ വസ്തുവിന്റെ മുകളിൽ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, വസ്തു എങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു? ഫോഴ്സിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? സീറോ ആണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കേസ്. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു പോർട്ടർ എന്ത് ചെയ്യുന്നു? തലയിൽ എന്ത് ചെയ്യുന്നു? ഒരു ലോഡ് വെച്ചിട്ട് ഓക്കെ ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഹിം? അയാൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്? അപ്പൊ നമുക്കറിയാം അയാള് കൊണ്ടുപോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ. അയാൾ എങ്ങോട്ടേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഈ സൂട്ട് കേസിന്റെ വെയിറ്റ് താഴോട്ടേക്കാണ്. പക്ഷെ അയാൾ അതിനെ താങ്ങി നിർത്താൻ വേണ്ടി എങ്ങോട്ടേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? മുകളിലേക്കാണ്. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? സീറോ. സോ സിമ്പിൾ. ഓക്കെ, ഇനി വേറൊരു കേസ് ഞാൻ പറയാം. നിങ്ങൾ ഒരു വസ്തുവിനെ ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ കറക്കുക. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? നമുക്കറിയാം ഒരു വസ്തു ഒരു സർക്കുലർ പാത്തിലൂടെ കറങ്ങണമെങ്കിൽ എന്ത് ആവശ്യമാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ് ചോദ്യം. നിങ്ങൾക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് ടുവേർഡ്സ് സെന്റർ ആണ്, റേഡിയലി ഇൻവേർഡ്, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, along the tangent ആണ്. So what is the angle between them? 90 degree. So what is the work done? Zero. മനസ്സിലായോ? ഇതേ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങുന്നു. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എത്രയാണ്? സീറോ ആണ്. കാരണം അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? എത്രയാണ്? സീറോ ആണ്. കാരണം അവിടെ ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിന്റെ ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക്? വർക്ക് പോസിറ്റീവ് ആവുക, അല്ലേ? നമുക്കറിയാം W ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയാണ്, എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റയാണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആവണമെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആവണം. കോസ് തീറ്റയുടെ വാല്യൂ എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? കോസ് 0 1 ആണ്, പോസിറ്റീവ് ആണ്, അല്ലേ? കോസ് 90 എത്രയാണ്? 0 ആണ്. 1 to 0. അപ്പോൾ എത്ര മുതൽ എത്ര വരെ? തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ലെസ് ദാൻ 90 വരെ എന്താണ്? വർക്ക് പോസിറ്റീവ് ആണ്. മനസ്സിലായോ? സോ വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് തീറ്റ ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 90. ഓക്കെ, ദാറ്റ് മീൻസ് എന്ത് ആംഗിൾ ആണെങ്കിൽ
അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റ് ഇടയിലുള്ള ആംഗിൾ എന്താണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ അതെന്താണ്? വർക്ക് പോസിറ്റീവ് ആണ്. എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ എന്താണ്? ഒരാള് ഒരു വെയിറ്റ് ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്? പോസിറ്റീവ് ആണ്. കാരണം ഫോഴ്സ് ഇൻ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ മുകളിലേക്ക്, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ മുകളിലേക്ക്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് 0, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എസ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, അവിടെ കറക്റ്റ് വാല്യൂ വേണമെങ്കിൽ നമുക്ക് പറയാം അയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ വെയിറ്റിന് തുല്യമാണ്. സോ എഫിന്റെ സ്ഥാനത്ത് mg കൊടുക്കാം. ഇനി അയാൾ അതിനെ h ഹൈറ്റ് മുകളിലേക്ക് ഉയർത്തി എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റു എച്ച്, സോ ഇറ്റ് ഈസ് mgh. മനസ്സിലായോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്താണ്? നമ്മൾ ഒരു ലോൺ റോളർ എന്ത് ചെയ്യുന്നു? പുള്ളി ചെയ്യുന്നു. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ പുള്ളി ചെയ്യാം. ഓക്കെ, വലിക്കുകയാണ്. അങ്ങനെ വലിക്കുന്ന സമയത്ത് ആ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ എന്താണ്? അക്യൂട്ട് ആണ്. അതുകൊണ്ട് വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. ആര് ചെയ്യുന്ന വർക്ക്? അപ്ലൈഡ്. നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? പോസിറ്റീവ് ആണ്. മനസ്സിലായോ? എന്താ ചെയ്യുന്നത്? ഒരു ലോൺ റോളർ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ നോക്കൂ. എത്രയാണ് ആംഗിൾ? തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു സ്പ്രിങ്ങിനെ പിടിച്ചു വലിക്കുന്നു, സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുന്നു, വലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ഫോഴ്സ്, നിങ്ങൾ അതിനെ വലിക്കാൻ ഉപയോഗിച്ച ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? പോസിറ്റീവ്. കാരണം നിങ്ങൾ നോക്കൂ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക്. അല്ലേ? സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ, ദാറ്റ് ഈസ് എഫ് എസ് കോസ് 0. രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് എഫ് ഇൻറ്റു എസ്. ശരിയല്ലേ? സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് വർക്ക്. എന്താ നെഗറ്റീവ് വർക്ക്? വർക്ക് നെഗറ്റീവ് ആവുക. വർക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു നെഗറ്റീവ് ആവുക. ദാറ്റ് ഈസ് എഫ് എസ് കോസ് തീറ്റ നെഗറ്റീവ്. അത് എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? കോസ് തീറ്റ നെഗറ്റീവ് ആവുമ്പോൾ. കോസ് തീറ്റ എപ്പോഴാണ് നെഗറ്റീവ് ആവും? തീറ്റയുടെ വാല്യൂ എന്താവുമ്പോൾ? ഒബ്റ്റ്യൂസ് ആംഗിൾ ആവും. അല്ലേ? ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ 90 ആൻഡ് 180. ഓക്കെ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരാൾ ലിഫ്റ്റ് ചെയ്യുന്നു. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ചെയ്ത വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. അത് നമ്മൾ നേരെ പഠിച്ചു. പക്ഷെ അതേസമയം ഗ്രാവിറ്റി ചെയ്ത വർക്ക് എന്താണ്? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? നമുക്കറിയാം ഇയാൾ മുകളിലേക്ക് ഉയർത്തുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാ? താഴോട്ടേക്ക്. വസ്തു എങ്ങോട്ടേക്കാ പോകുന്നത്? മുകളിലേക്ക്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? നെഗറ്റീവ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാലോ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ വെയിറ്റ്, ആ വസ്തുവിന്റെ വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് mg ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h മുകളിലേക്കാ പോയത്, അപ്പൊ h ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് mgh. മനസ്സിലായോ? ഓക്കെ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു റഫ് സർഫസിന് മുകളിലൂടെ ഒരു വസ്തുവിനെ തള്ളിക്കൊണ്ടുപോകുക എന്ന് വിചാരിച്ചു. അങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്ന സമയത്ത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്? നെഗറ്റീവ് ആണ്. കാരണം എന്തുകൊണ്ടാ? വസ്തു എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്കാണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അതിന്റെ മോഷൻ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് നേരെ ഓപ്പോസിറ്റ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? W is equal to Fs cos theta. So frictional force into displacement cos 180. So it is minus Fs. So it is negative. മനസ്സിലായോ? അതായത് റഫ് സർഫസിലൂടെ ഒരു വസ്തുവിനെ തള്ളിക്കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളൊരു സ്പ്രിങ്ങിനെ പിടിച്ചു വലിക്കുന്നു. സ്പ്രിങ്ങിനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക്, സ്ട്രെച്ചിങ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതേസമയം അവിടെ മറ്റൊരു ഫോഴ്സ് കൂടിയുണ്ട്. അതേതാണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്പ്രിങ്ങിനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അത് എങ്ങോട്ടേക്കാണ്? നിങ്ങൾ എങ്ങോട്ടേക്കാണ് പിടിച്ചു വലിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? Fs cos 180. that is നെഗറ്റീവ്. സോ വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വർക്കിന് എക്സാമ്പിൾ. മനസ്സിലായോ? ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, ഒരു വസ്തു താഴോട്ടേക്ക് വീഴുന്നു. എ ഫ്രീലി ഫോളിംഗ് ബോഡി.
അതിന്റെ കേസിൽ വാട്ട് ഇസ് എ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? വാട്ട് ഇസ് എ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് വർക്കാണ്. കാരണം എന്താ, ഒരു വസ്തു താഴോട്ടേക്ക് വീഴുന്നു. എന്തുകൊണ്ടാണ് താഴോട്ടേക്ക് വീഴുന്നത്? എർത്ത് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട്. ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഡൗൺവേർഡ് ഡയറക്ഷൻ, എം ജി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ താഴോട്ടേക്ക്, അത് എച്ച് ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്താ കിട്ടുക? എഫ് എസ് കോസ് തീറ്റ എം ജി ഇൻറ്റു എച്ച് ഇൻറ്റു കോസ് സീറോ. സോ എം ജി എച്ച് പോസിറ്റീവ് ആണ്. മനസ്സിലായി? അതേസമയം നമ്മളൊരു വസ്തുവിനെ മുകളിലേക്ക് എറിയുന്നു. ആ വസ്തു മുകളിലേക്ക് പോകുന്ന സമയത്ത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? അപ്പൊ നമ്മൾ പറയും മുകളിലേക്ക് പോകുന്നു അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക്, എർത്ത് അതിനെ എങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും? താഴോട്ടേക്ക്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്ക്, അപ്പൊ എം ജി താഴോട്ടേക്ക്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? എം ജി ഇൻറ്റു എച്ച് ഇൻറ്റു കോസ് 180. ദാറ്റ് ഈസ് മൈനസ്, നെഗറ്റീവ് ആണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഫോഴ്സസ് ആർ ഓൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ അല്ലേ? അപ്പൊ നമ്മള് ഒരു വസ്തുവിനെ ഉയർത്തുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണം ഒരു വർക്ക് ഉണ്ട് അല്ലേ? അതെന്ത് വർക്കാ? പോസിറ്റീവ് ആണ്. അതേസമയം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് വർക്കാ ചെയ്യുന്നത്? നെഗറ്റീവ് വർക്കാ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ഒരേ സമയം അവിടെ രണ്ട് വർക്കുകളുണ്ട്. അതുകൊണ്ട് വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്ന് ചോദിക്കാൻ പാടില്ല. എന്താ ചോദിക്കേണ്ടത്? വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് എന്ന് കൃത്യമായി പറയണം. കാരണം എന്തുകൊണ്ടാണ് അറിയോ? ഞാനൊരു വസ്തുവിനെ ഉയർത്തുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഐ ആം ലിഫ്റ്റിംഗ് എ ബോഡി. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ചെയ്യുന്ന വർക്കാണ്? ഞാൻ ചെയ്ത വർക്കാണോ? അല്ലെങ്കിൽ അതേസമയം തന്നെ ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആര് ചെയ്യുന്ന വർക്കാണെന്ന് കൃത്യമായി പറയണം. മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ എഴുതണം വർക്ക് ഡൺ ബൈ പേഴ്സൺ ഈസ് ദിസ് മച്ച്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ദിസ് മച്ച് എന്ന് കൃത്യമായിട്ട് എഴുതും. മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടി നമുക്കറിയാം, F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 ഈസ് ഈക്വൽ ടു മൈനസ് F21 ആണ്. ഫോഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആക്ഷൻ റിയാക്ഷൻ പെയർ ചെയ്യുന്ന വർക്കുകളും എല്ലായ്പ്പോഴും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ആക്ഷൻ റിയാക്ഷൻ പെയർസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ആക്ഷൻ റിയാക്ഷൻ പെയർ ചെയ്യുന്ന വർക്ക് എല്ലായ്പ്പോഴും സെയിം ആവണം നിർബന്ധം ഇല്ല. വേണമെങ്കിൽ W12 ഈസ് ഈക്വൽ ടു W21 ആവാം, ഈക്വലും ഓപ്പോസിറ്റും ആവാം. W12 ഈസ് ഈക്വൽ ടു മൈനസ് W21 ആവാം. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആവണം നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.